അതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് എടുക്കാത്തതുകൊണ്ടാണ് ഇവന്മാർ വലിച്ചെറിയുന്നത്. അന്നും ഇതേപോലെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ ഗവൺമെൻറ്റിന് അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇവന്മാർ പാരാതിരൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോയിട്ടാ. അത് കഴിഞ്ഞിട്ട് ഇപ്പം അപ്പുറത്തൊക്കെ ആൾക്കാർ നിർത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് തള്ളുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തള്ളുന്ന ആൾക്കാർ തള്ളുന്ന മാലിന്യമാണ് വരുന്നതല്ലേ കൂടുതലും വേസ്റ്റാണ് പറഞ്ഞത്. ഇത് അവര് തന്നെ 100% അവർ തന്നെ ആലോചിച്ചാലേ ഇതുമെല്ലാം നടക്കും. ഇല്ല, ഇത് നടക്കത്തൊന്നുമില്ല. ഇതിങ്ങനെ പോകും. വരുമാന മാർഗമാണോ അത് പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ജീവിതമായി. അപ്പം പിന്നെ ഒരുപാട് മാറ്റമുണ്ട്. രാത്രി സ്ക്വാഡും കാര്യം ഉദ്യോഗസ്ഥരൊക്കെ അറിഞ്ഞ് അതുകൊണ്ട് ഒരുപാട് മാറ്റം. നേരത്തെ ആണെങ്കിൽ ഞാനല്ല ഒരുപാട് അവർ ഇതായിട്ട് കടന്ന്. ഇത് സഹിച്ച് തന്നെ ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ ഓടിയത്. ഇന്നിപ്പം ഒരു 10 കൊല്ലത്തിന് ശേഷം വളരെ 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 ദുരിതമാണ് ഇവിടെ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ആമഴഞ്ചൽ തോടിനരികിലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജോയി എന്ന ശുചീകരണ തൊഴിലാളി ഇവിടെ മുങ്ങി മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീണ്ടെടുക്കാൻ പോലും ദിവസങ്ങൾ വേണ്ടി വന്നു. അന്ന് ഇതിൻ്റെ പേരിൽ ഒരു വൃത്തിയാക്കലൊക്കെ ഇവിടെ നടന്നെങ്കിലും വീണ്ടും മാലിന്യങ്ങൾ വന്ന് നിറയാൻ തുടങ്ങി. കാരണം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികൃതരൊക്കെ ഒരു ഭാവം ശ്രദ്ധിക്കുന്നത്. എന്നാൽ അതിനുശേഷം വീണ്ടും പഴയപടി തന്നെയാണ്. ചേട്ടാ, ഈ സ്മെല്ല് ഇങ്ങനെ അടിച്ചടിച്ച് അല്ലേ നിങ്ങൾ ജീവിക്കുന്നത് ഇവിടെ? എങ്ങനെ സഹിക്കുന്നു ചേട്ടാ? സഹിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇവിടുത്തെ യൂണിയനിലെ ഒരു തൊഴിലാളിയാണ്, ചെമ്പട്ട തൊഴിലാളിയാണ്, CIT-കാരനാണ്. ഇത് സഹിച്ച് തന്നെ ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ ഓടിയത്. ഇന്നിപ്പം ഒരു 10 കൊല്ലത്തിന് ശേഷം വളരെ 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 ദുരിതമാണ് ഇവിടെ. ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം വന്നിട്ട് വ്യാപാരി വ്യവസായി സമിതി നല്ലൊരു ബാത്റൂമൊക്കെ കെട്ടി വെച്ചിരുന്നതാണ്. അതിനകത്ത് ഒരു ശല്യം കാരണം അവരങ്ങ് പൂട്ടി. അത് നിത്യശല്യമായിരുന്നു. മദ്യപാനവും അതിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരങ്ങ് പൂട്ടി. ഇവിടുത്തെ വ്യാപാരികൾക്കും നാട്ടുകാർക്കും വളരെ ഒരു സൗകര്യമായിരുന്നു. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാരണം ഇപ്പം ജോയി എന്നൊരാൾ മരിച്ചതിന് ശേഷമാണ് ഇതൊന്ന് വൃത്തിയാക്കിയത്. പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ച വീണ്ടും മാലിന്യങ്ങൾ അടിഞ്ഞു തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു അപകടം നടക്കുമ്പോഴത്തേക്ക് വൃത്തിയാക്കുക എന്നുള്ളതല്ലാതെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകില്ല. ഇല്ല അത് മുമ്പെയൊക്കെ 2 കൊല്ലമൊക്കെ ആയിരുന്നു. ഇപ്പോൾ 1 കൊല്ലം 6 മാസത്തിലൊരിക്കൽ വന്ന ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അങ്ങ് പോകും, അത്ര തന്നെ. ഈ വല മാറ്റിയതിന് ശേഷം ഇതുവരെയായിട്ട് വല ഇട്ടില്ല. ലാസ്റ്റ് ജോയി മരിക്കുന്നതിന് മുമ്പേ വല എടുത്ത് മാറ്റി ചവറ് മാറ്റിയതാണ്. അതിനുശേഷം വലയില്ലാത്തത് കാരണം രാത്രി കാലങ്ങളിൽ കോർപ്പറേഷൻ്റെ സുരക്ഷിത ഉണ്ടെങ്കിലും മാലിന്യങ്ങൾ വന്നെറിഞ്ഞു പോകുന്നത് നിത്യപതിവാണ് സംഭവം. അത് അവർ തമ്മിലുള്ള വാക്കേറ്റം, പിന്നെ വണ്ടിയിൽ വരുന്നവർ വാക്കേറ്റം, അവർ അടിപിടി. അതുകൊണ്ട് അവരും ജീവിക്കാനല്ലേ വന്നിരിക്കുന്നു എന്നുള്ള ഇതിൽ അവർ ഒഴിഞ്ഞ് കണ്ണടച്ചു കൊടുക്കും. വലയുണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു 10-15 അടി 18 അടി വരെ പൊക്കമുണ്ട്. പെട്ടെന്ന് വീശി എറിഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം നിസ്സാരമായിട്ട് വണ്ടി വരിക, തള്ളുക, പോവുക. ഇവിടെ ഈ സ്മെല്ലടിച്ചിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ തോട്ടിലെ സ്മെല്ലടിച്ചിട്ട് ശീലമായോ? ഇവിടെ ഇപ്പം 10-60 വർഷം കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയില്ല. അപ്പം വലിയ ഇതൊന്നും ഇവിടെ ഇല്ല, പോകുന്നില്ല. ഇപ്പൊ അന്ന് ജോയി മരിച്ചതിന് ശേഷം ഈ തോട് വൃത്തിയാക്കി. പക്ഷെ ഇപ്പൊ വീണ്ടും മാലിന്യം അടിഞ്ഞുകൂടാൻ തുടങ്ങി. കാണുന്നുണ്ടോ? നാട്ടുകാർ ചെയ്യണതിന് ഇപ്പം ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. നാട്ടുകാർ ചെയ്യേണ്ട കാര്യത്തിൽ ചുമതല ഗവൺമെന്റില്ലേ? അതുകൊണ്ട്. പക്ഷെ അവർ വൃത്തിയാക്കിയാലും നാട്ടുകാരും കൂടെ അതിനെപ്പറ്റി വിചാരിച്ചെങ്കിലല്ലേ റോഡ് നന്നാവും. വലിച്ചെറിയൊണ്ടല്ലേ മാലിന്യങ്ങളൊക്കെ. പിന്നെ യുവമാർക്ക് ജോലി എന്തിന്? അതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് എടുക്കാത്തതുകൊണ്ടാണ് യുവമാർ വലിച്ചെറിയുന്നത്. അന്നും ഇതേപോലെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ ഗവൺമെൻറ്റിന് അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. യുവമാർ പാരാതിരൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോയിട്ടാ വീണ്ടും മാലിന്യങ്ങൾ നിറഞ്ഞു. പിന്നെ അങ്ങേറ്റം നിറഞ്ഞു തുടങ്ങി. ഈ സ്മെല്ല് സഹിച്ച് എങ്ങനെയായിട്ട് അവിടെ നിൽക്കുന്നത്? എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ജീവിതമായി. അപ്പം പിന്നെ ഒരുപാട് മാറ്റമുണ്ട്. രാത്രി സ്ക്വാഡും കാര്യം ഉദ്യോഗസ്ഥരൊക്കെ അറിഞ്ഞ് അതുകൊണ്ട് ഒരുപാട് മാറ്റം. നേരത്തെ ആണെങ്കിൽ ഞാനല്ല ഒരുപാട് അവർ ഇതായിട്ട് കടന്ന്. അപ്പം പിന്നെ വൃത്തിയായി വരണുണ്ട്. അല്ല, അന്ന് ജോയി മരിച്ചപ്പോഴത്തേക്ക് വൃത്തിയാക്കി. ഇപ്പം ഇവിടെ രാത്രി സ്ക്വാഡും കാര്യങ്ങളുണ്ട്. അവർ ശക്തമായിട്ട് ഇപ്പം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഫൈനും കാര്യങ്ങളായിട്ട് വലിയ ഇതായിട്ട് വരുന്നില്ല. അതുണ്ടാവണം, അതുണ്ടാവണം.
താമസിക്കുന്നത്. ചേട്ടാ ഈ സ്മെല്ല് ശ്രദ്ധിച്ചായിരുന്നു ഇവിടുത്തെ സ്മെല്ല്? അല്ല, ഞാൻ ഇതിൻ്റെ കരയിൽ 35 വയസ്സ് വരെ ജീവിച്ചവനാണ്. ആമേഴഞ്ചാൻ തോട്ടിൻ്റെ കരയിൽ കണ്ണമ്മല പുത്തമ്പാലം ബണ്ടുണ്ടല്ലേ, ബണ്ട് കോളനിയിൽ 35 വർഷം താമസിച്ചവനാണ്. നമ്മൾ ഈ ഒരു ഗതികേട് കണ്ടാണ് മലയോര മേഖലയിലോട്ട് പോയത്. കാരണം അന്ന് ആ ജോയി മരിച്ചപ്പോഴത്തേക്ക് കുറെയൊക്കെ വൃത്തിയാക്കിയായിരുന്നു. അപ്പൊ ഞങ്ങളിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വീണ്ടും പഴയതുപോലെ മാലിന്യം അടിഞ്ഞുകൂടി തുടങ്ങി. അല്ല, ഇത് സർക്കാരിൻ്റെ കുഴപ്പമല്ല, ഇത് ജനങ്ങളെ കുഴപ്പമാണ്. ജനങ്ങൾക്ക് വിവരമല്ല. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതേ ചെയ്യുള്ളൂ. ഇവിടെ മൂത്രമൊഴിക്കുന്ന എഴുതി വെച്ചാൽ അവിടെ മൂത്രമൊഴിക്കുള്ളൂ. ഇവിടെ ചവറിടാന്ന് പറഞ്ഞാൽ അവിടെ ചവറിടുകയുള്ളൂ. നമ്മളെ ജനങ്ങളാണ് നന്നാവുള്ളത്, ഞാൻ ഉൾപ്പെടെ ജനങ്ങളാണ് നന്നാവുള്ളത്. സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ ഇരിക്കുന്നു ഇവിടെ? അങ്ങനെ ഇരുന്നാലേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത്, കുറേ വർഷമായി ഇങ്ങനെ നമ്മളിങ്ങനെ തന്നെ ഇരിക്കണം. കുറേ വർഷമായി. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇരുന്നിരുന്ന ആ സ്മെല്ല് അറിയുന്നില്ല വലുതായിട്ട്. അറിയുന്നില്ല. ഞങ്ങളിപ്പോ ഭയങ്കര സ്മെല്ല. അത് മാത്രമല്ല അന്ന് ആ ജോയി ചേട്ടൻ മരിച്ച സമയത്ത് ഇവിടെ വൃത്തിയാക്കിയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നോക്കിയാൽ വീണ്ടും മാലിന്യം അടിഞ്ഞു തുടങ്ങി. ഉണ്ട്. അതിപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം അപ്പുറത്തേക്ക് ആൾക്കാർ നിർത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ കൂടെ വന്ന് തള്ളുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തള്ളുന്ന ആൾക്കാർ തള്ളുന്ന മാലിന്യമാണ് വരുന്നതല്ലേ കൂടുതലും വേസ്റ്റ് ആണ് പറഞ്ഞത്. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. മറ്റേ അന്നത്തെ ഭയങ്കര വേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ മൊത്തത്തിൽ കുറച്ച് കുറവുണ്ട്. കൂടി വരെയാണ് മാക്സിമം ഇനി കുറച്ചുകൂടെ കൺട്രോൾ സൈഡ് മുതൽ ഈ സൈഡ് നടന്നു നോക്കിയപ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഇപ്പം കുറച്ചുകൂടെ കുറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും. നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാൻ പറ്റില്ല. അത്ര വെള്ളമായിരിക്കും ഫുള്ളും. ഭയങ്കര വെള്ളമായിരിക്കും. ഒരു മേളിലൊക്കെ വരും. വണ്ടിയൊക്കെ അടിച്ച് പോകുമ്പോൾ മേളിലോട്ട് കയറി വരും വെള്ളം. അത്രക്കുള്ള ഇതാണ്. അസഹ്യമായ സ്മെല്ലാണ് ഈ ഭാഗത്ത് കൂടി നിൽക്കുമ്പോഴൊക്കെ അനുഭവപ്പെടുന്നത്. ഞങ്ങളിവിടെ പല ആൾക്കാരോടും ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ സ്മെല്ല് സഹിച്ച് ഇവിടെ ഇരുന്ന് കച്ചവടം നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? നമ്മൾ പലരോടും ചോദിച്ചു. അവരുടെ മറുപടി ശീലമായി പോയി സാറേ എന്നാണ് അവരുടെ മറുപടി. ഇവിടെയുള്ള ഏറെ ആൾക്കാരും ഞങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. കാരണം ഇതിന് ഉത്തരവാദി ജനങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞ ജനങ്ങളൊക്കെ വലിച്ചെറിയുന്ന മാലിന്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ തടസ്സം ഉണ്ടാക്കുന്നതും. ഇങ്ങനെ കുന്നുകൂടി കിടന്ന് കൊതുക് വളർന്ന് ഇവിടെ ഈ ഒരു ഗന്ധമൊക്കെ, ഈ ഒരു അസഹ്യമായ ആ സ്മെല്ലൊക്കെ പടർത്തുന്നത്. ഈ സ്മെല്ലടിച്ചിട്ട് എങ്ങനെയായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഈ തോട്ടില്? നമ്മൾ സ്ഥിരം ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്മെല്ലില്ല. ഇല്ല, അറിയാൻ പറ്റും. അതിന് ശീലമായിപ്പോയി. കാരണം ആ ജോയിച്ചേട്ടൻ മരിച്ചപ്പോഴത്തേക്ക് ഇവിടെ വൃത്തിയാക്കിയതാണ്. അപ്പൊ ഞങ്ങളൊന്ന് കണ്ണുന്ന കാഴ്ച വീണ്ടും മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. മാലിന്യം ഇവിടെ ഉള്ളവരല്ലല്ലോ ഇടുന്നത്. അതായത് ഈ ഏരിയയിലുള്ളവരല്ല ഇടുന്നത്. അത് അവിടെ നിന്ന് ഒഴുകി വരുന്നതല്ലേ. റെയിൽവേ പാലത്തിന്റെ അടിയിൽ കൂടെ ഒഴുകി വരുന്നതാണല്ലോ. ആ സ്ഥലമുള്ളവർ ആരെങ്കിലും ഇടുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞു. ഇതിപ്പോ വൃത്തിയാക്കാറുണ്ടോ മരണത്തിന് ശേഷം? ഒരു പ്രാവശ്യം വൃത്തിയാക്കിയെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ രാവിലെ 9-10 മണിക്ക് വന്ന് അതിന് മുമ്പേ കാർപ്പറേഷൻകാർ വന്ന് വൃത്തിയാക്കിയിട്ട് പോകുമല്ലോ. അല്ല, വൃത്തിയാക്കിയാണെങ്കിൽ മാലിന്യം ഇങ്ങനെ കൂടേണ്ട ആവശ്യമല്ലോ. കൂടി വരെയാണ് മാലിന്യം. അതിപ്പോൾ അങ്ങനെയാണല്ലോ, ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. ഇത് മറ്റേ കോളനി, ചങ്കച്ചുള കോളനി വഴിയല്ലേ വരണത്. അവിടെ നിന്നൊക്കെ വരുന്നതായിരിക്കും. തടയാൻ ഒരു മാർഗമില്ലേ? പൊതുജനായ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ഇത് അധികാരികളല്ലേ ചെയ്യല്ലോ, നമ്മളല്ലേ. നമുക്കതിൽ പങ്കില്ലല്ലോ. നമ്മൾ കാഴ്ചക്കാരായിട്ട് കണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. പൊതുജനം പല വിധമല്ലേ, അത്രയേ ഉള്ളൂ. സ്മെല്ല് സഹിച്ച് എങ്ങനെയായിട്ട് അവിടെ നിൽക്കുന്നത്? നമ്മൾ ജനിച്ചു പോയില്ലേന്ന് ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയില്ലേ. ഒരിക്കലെങ്കിലും വൃത്തിയാക്കാനുള്ള സംഭവം ഗവൺമെന്റ് കാണിക്കണ്ടേ? ഒരു മാസത്തിലും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന്. ഇപ്പോഴല്ല, സ്ഥിരം ക്ലീൻ ചെയ്ത് വായിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് മതിയാക്കി. അപ്പൊ ജോയിയുടെ മരണം വന്നപ്പോഴത്തേക്ക് അങ്ങനെ എടുത്തു. മാലിന്യം അടിഞ്ഞു തുടങ്ങി. അത്രേ ഉള്ളൂ. വീണ്ടും പഴയ അവസ്ഥയാവും. 100% ഓക്കെ. ആ പഴയ അവസ്ഥ തന്നെ ആവും. 3 മാസം കഴിയുമ്പോൾ ഇതെല്ലാം മാറും. ഒരു മാസം അവസ്ഥ തന്നെ. ഇതിനപ്പുറം അപ്പുറം കാണുന്നത് ഇവിടെ. ഇത് ഞാൻ ഇവിടെ കട ഒരു 30 വർഷം മുന്നേ പറയണേ ഇവിടെ സ്ലാപ്പ് ഇട്ട് ഇതിൻ്റെ മീത വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി ഇപ്പോൾ 2 വീലറോ കാറോ പാർക്ക് ചെയ്തു. ഇന്ന് വരെ നടന്നില്ല. 30 വർഷം മുമ്പ് നമുക്ക് അവിടെ കട ഉണ്ടായിരുന്നു ജംഗ്ഷനിൽ. ഇന്ന് പോലെ പറയാണ്. ഈ അവസ്ഥ തന്നെ ഇന്നും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഇത് അവർ തന്നെ 100% അവർ തന്നെ ആലോചിച്ചാലേ ഇതുവെല്ലാം നടക്കും. ഇല്ല, ഇത് നടക്കത്തൊന്നുമില്ല. ഇതിങ്ങനെ പോകും. വരുമാന മാർഗമാണോ അത് പറഞ്ഞില്ല. അവർക്ക് വർഷം തോറും കൈയിട്ട് വാരണ്ടായിരുന്നു. അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നണം.
അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇത് റെഡി ആവില്ലെന്ന് സ്ലാബിട്ട് കടകൾ കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിംഗ് കൊടുത്താലും മതിയല്ലോ. ഇത് 30 വർഷം കൊണ്ട് നമ്മളെ കട അവിടെ ഇരുന്ന ജംഗ്ഷനിൽ ഇരുന്നപ്പോൾ അന്ന് ഈ അവിടെ സ്ലാബ് ഇട്ടപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്ലാബ് ഇട്ട സമയത്ത് അന്ന് പറഞ്ഞാണ് ഇതവിടെ റെഡി ആക്കിയിട്ട് അതിൻ്റെ മീതെ ഒന്ന് പാർക്കിംഗ് കൊടുക്കും. എവിടെ അന്ന് വർഷം എത്ര നോക്കിയാണ്. അന്ന് ഇതല്ലാതെ അവിടെ വന്ന് ഏതാ മന്ത്രിമാരാ ആരാ അവിടെ ഉള്ള MLA ആരെയൊക്കെ പറഞ്ഞാണ് എനിക്ക് ഓർമ്മയില്ല. അന്ന് പറഞ്ഞാണ്. ഇന്നും ഇതിങ്ങി പോയി കിളപ്പില്ല ഒരു കാര്യം. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തു കൂടി ഒഴുകുന്ന ഒരു തോടാണ് ഈ ആമഴഞ്ചാൻ തോട്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഗന്ധമൊക്കെ സുപരിചിതമായെങ്കിലും അതൊരു ശീലമായെങ്കിലും പുതുതായി ഇവിടെ എത്തുന്ന ആൾക്കാർ മൂക്ക് പൊത്തി മാത്രമേ നടക്കാൻ കഴിയൂ. അത്രയധികം ദുർഗന്ധമാണ്. അത് മാത്രമല്ല വീണ്ടും ഇവിടെ അഴുക്ക് നിറഞ്ഞു തുടങ്ങി. ഒരുപക്ഷെ 70-50 രൂപയൊക്കെ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്നും സർക്കാർ വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ തോട് വൃത്തിയാക്കുക എന്നുള്ളത്. മണതലമേളയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.